നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു എപ്പിസോഡ് റിവ്യൂ എന്നുള്ള കണ്ടീഷനിലാണ് ആക്ച്വലി ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും കൂടി വീഡിയോ ആയിട്ട് വരാറ് ഇല്ല വിധു. പക്ഷെ ഇന്ന് എപ്പിസോഡ് റിവ്യൂവിനേക്കാളും വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ട. പെട്ടെന്നാണ് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായത്. വേറെ ഒന്നുമല്ല വിഷയം, രേണു സുധിയുടെ കാര്യം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ വിധു, എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസമൊക്കെ? എപ്പിസോഡ് ഇന്ന് നല്ല എപ്പിസോഡാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ദിവസം കണ്ടന്റിന് ഒരു ക്ഷാമമില്ല, നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങൾ മാത്രമല്ല കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഒന്നാമത് ബിഗ് ബോസ് അതെ ഒരുപാട് ടാസ്കുകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പോണ്ടേ. ഒരുവിധം എനിക്ക് തോന്നുന്നു പ്രശ്നം എല്ലാവരും ഒരുവിധം ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടും ഇല്ല എന്ന് പറയാൻ ആരും ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് കളിക്കാത്തത് ശൈത്യ, രേണു അങ്ങനത്തെ കുറച്ച് പേരാ. ബാക്കി എന്താ പറയാ, ബാക്കി ബിൻസി ഇന്ന് കുറച്ച് ആക്റ്റീവായി. കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ട. രാവിലെ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ, ഷാനവാസിന്റെ വിഷയം, പിന്നെ രേണു വിഷയം വളരെ സീരിയസ് ആയിട്ട് പറയാനുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തു. പക്ഷേ ദയവ് നിങ്ങൾ കേൾക്കണം, കാരണം ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട്. ഈ സീസൺ ഈക്വലത്തിലാക്കി മാറ്റിയതിൽ അക്ബർ ഖാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വളരെ നല്ല പങ്കുണ്ട്. അക്ബറെ, നിന്റെ കാര്യം പോക്കാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താണെന്നറിയോ, രേണു അതിൽ മുന്നോട്ട് പോകുന്നതിലും ഒരുപാട് ദിവസം നിൽക്കുന്നതിലും കപ്പടിക്കുന്നതിലും യാതൊരു പ്രശ്നമില്ല. അവളെന്താ ഡിസർവിങ് ആണെങ്കിൽ ബിഗ് ബോസിൻ്റെ കപ്പടിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. കളിച്ചിട്ട് കപ്പടിച്ചോട്ടെ. അല്ലാതെ വേറെ ഒരുത്തൻ ജസ്റ്റ് ഒരു പേര് വിളിച്ചു എന്നതിൻ്റെ പേരിൽ അങ്ങനെ കപ്പടിക്കും. അങ്ങനെ ആരും, രേണു എന്നല്ല ആരാണെന്നുണ്ടെങ്കിലും മറ്റൊരു ചങ്ങാതി ചെയ്തതിന്റെ സഹതാപ വോട്ടുകൾ കൊണ്ട് കപ്പടിക്കുന്നതിന് മാത്രം വിക്ടിം കാർഡ് ഇറക്കൽ മാത്രമല്ല വിധു. ഇവനെന്താ പറയുക, ഇവന്റെ ഈ സെപ്റ്റിക് ഇന്ന് ഫേസ്ബുക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ PR-കളുടെ കളിയാന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെ ചാനലുകളാണ്, ഏതൊക്കെ ഫേസ്ബുക്ക് പേജുകളാണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇതിലുണ്ടല്ലോ, അപ്പോൾ മനസ്സിലാവും. സംഭവം എന്താ വെച്ചാൽ ഇന്ന് ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിധു അതിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ. ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. അതായത് ജിയോ ഹോട്ട്സ്റ്റാർ മലയാളം, ജിയോ ഹോട്ട്സ്റ്റാർ മലയാളം രേണു സുധീനായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള വീഡിയോ. എന്തുകൊണ്ടാണെന്നറിയോ, ഞാനിപ്പോൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വീഡിയോസ് ചെയ്യുന്ന ആരുടെ ചാനൽ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോഴും അത് രേണു സുധീരെ കോണ്ടന്റിന് നല്ല വില ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പുറത്തല്ലേ. ഇതോ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ PR ആയിട്ട് വന്നാണ് ഇതോ. അതൊരിക്കലും ബാക്കിയുള്ളവർ പറയാനോ തർക്കമില്ല. നമ്മൾ ഈ ഫീൽഡിലുള്ളവർ ഇങ്ങനെ ഒരിക്കലും പറയാനോ തെറ്റിദ്ധരിക്കാനോ പാടില്ല, മനസ്സിലായോ? അതിന് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇത് കാര്യങ്ങൾ കൊണ്ടുവരും. കാരണം ഒരുപാട് വോയിസ് ഉണ്ട്, കുറച്ച് സംഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, വെറുതെ പറയല്ല കേട്ടോ. പിന്നെ എന്താ സംഗതി വെച്ചാൽ ഇന്നിപ്പോൾ രേണു അതിന് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ അതിലേക്ക് വരാം. അതിന് മുന്നേ ഒരു കാര്യം പറയാം. നിങ്ങൾ കാണാൻ പോകുന്ന റീല് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, പല റീലുകളും ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇട്ടിട്ടുണ്ട്. ഈ റീലിന് കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും ഏത് രീതിയിലാണ് രേണുവിനെ ഇത് പോർട്രേ ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കണം. മില്യൺസ് വ്യൂ വന്നിട്ടുള്ള റീലാണ്. മറ്റുള്ള ഏതൊരു കണ്ടസ്റ്റൻ്റായിട്ട് ചെയ്തിട്ടുള്ള കൊളാബിനേക്കാളും കൂടുതൽ വ്യൂസ് ഇതിന് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടന്റിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ആ വാല്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് കിടക്കുന്ന സാധനമാണ്. അതിനെ പോസിറ്റീവ് രീതിയിലേക്ക് കൊണ്ടുവന്നതിന് അക്ബർ കുട്ടന് ഒരുപാട് തീർത്താ തീരാത്ത നന്ദി പറയാതെ വയ്യ കേട്ടോട്ടോ. വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് രേണു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സേഫ്റ്റി ടാങ്കാണ് ഇട്ട പേര്. എനിക്ക് ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെ മുഖഭാവം മാറുന്നൊക്കെ അവരെടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത മ്യൂസിക്കും ശ്രദ്ധിച്ചോളൂ. പുള്ളിക്കാരത്തിൽ ഫീൽ ചെയ്തു, അപ്പൊ അതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, അമ്മമാര് വളർത്തുന്ന ആ അമ്മമാരെ പ്രതിനിധീകരിച്ച് വന്നാണ് രേണു സുധി എന്ന കണ്ടസ്റ്റന്റ്. എന്നെ സെപ്റ്റി ടാങ്ക്, വെറും സെപ്റ്റി ടാങ്ക്. ഓമന പേരെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്, ആണോ അല്ലയോ? ഓമന പേര്. എന്നെ ഹേർട്ട് ചെയ്യാൻ എന്തൊക്കെ വിളിക്കാം, പാഷാണത്തെ ക്രിമീന്ന് വിളിക്കാം. ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഞാനിത് കരയുന്ന സ്ട്രാറ്റജി ഒന്നും മനസ്സിലായി. ഈ മ്യൂസിക് ഇട്ടാ കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയില്ല. പക്ഷെ പാടുന്ന പാട്ട് തന്ന ഹൃദയം, ആ പാട്ട് എത്ര നാൾ പിടിച്ചേക്കൊന്നും അറിയില്ല. ഒരിക്കലും കരയുന്നതല്ല, കരഞ്ഞ ഒരു ആട്ടവും ഞാൻ കാണിക്കുന്നില്ല. കരയേണ്ട ഒരാളുമല്ല. ഇതിനുള്ള വേദിയല്ല ബിഗ് ബോസ്.
ഇത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം. അത് രേണുസുതി ആയതുകൊണ്ടല്ല, ഇനി അത് വേറെ ഏതൊരു വ്യക്തി അവിടെ എടുത്തിട്ടുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ഷാനവാസ് മെഡിസിൻ കാർഡ്, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാം, ഷാനവാസ് മെഡിസിൻ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിലും, നൂറ ആദിൽ അവരുടെ അവസ്ഥ എടുത്തിട്ടുണ്ടെങ്കിലും, ആരെടുത്തിട്ടുണ്ടെങ്കിലും ഒരു കാർഡുകളും ഇതിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ സ്വാഭാവികമായിട്ടും ഈ ബിഗ് ബോസ് വരെ ഈ ഷോനെ കൊണ്ടുവന്നിട്ടുള്ളത്. കാർഡുകൾ സമ്മതിക്കില്ല എന്ന്. എന്നാൽ അവിടെ ഇത്രയും വലിയൊരു വിക്ടിം കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ പല ആൾക്കാർ അനുമോളർക്ക് ഇതിനെ കുറിച്ച് സംസാരിച്ചു. മറ്റേ വന്ന് മാപ്പ് പറഞ്ഞ സമയത്ത് മാപ്പ് നിനക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ പറഞ്ഞിട്ടില്ലേ. പിന്നെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ അക്ബർ രേണുവിനോട് മാപ്പ് പറഞ്ഞിട്ടില്ല, ക്യാമറയിലാ മാപ്പ് പറഞ്ഞതല്ല, രേണുവിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കാണാനിട്ടാണ്. കുറെ കമന്റ് അങ്ങനെ ഉണ്ടായിരുന്നു. അതെ, വേറെ ഒരു വീഡിയോ കൂടി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട ഒരു കേസാണ്. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുള്ള വ്യക്തി, അതിനുള്ളിൽ എത്തിയിട്ടുള്ള വ്യക്തി, അതിന് പോണേൻ്റെ മുന്നേ ഇതിൽ വോട്ട് അപേക്ഷിക്കാറുണ്ടെങ്കിൽ എന്താ അവസ്ഥ വിധം അല്ലേ? ഒന്ന് ആലോചിച്ചിട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണുന്ന ആൾക്കാർ പൊട്ടന്മാരാണോ? ഞാൻ എന്താ ചോദിക്കുന്നത്? ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ ഇത് ശരിയായ നടപടിയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ വിധുവിന്റെ അഭിപ്രായം? ഞാൻ ആദ്യമായിട്ട് കാണാണ് എവിക്ഷനിൽ വരുന്നത്. എവിക്ഷനിൽ വന്നിട്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറയണത് ആദ്യമായിട്ട് കാണാം. അതല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഇങ്ങനെയാണ്, ഈ എവിക്ഷന് പകരമായിട്ട് പറയാണ് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള വീഡിയോസ് ഇടുകയാണെങ്കിൽ തരക്കടില്ല, അത് ഇട്ടോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് വീക്കിൽ എവിക്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് വീക്കിലൊക്കെ ഉള്ള വീഡിയോസ് എടുത്ത് പോയിണ്ടാവില്ലേ? അറിയില്ല, ചിലപ്പോൾ അറിയില്ല, എന്തായാലും നോക്കോളൂ. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാട്ടോ. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട്. ഈ വക പരിപാടികളൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഫുൾ സെറ്റപ്പ് ആയിട്ട് PR-ഉം ഈ വർക്ക് കളിച്ചിട്ടല്ലല്ലോ ബിഗ് ബോസ്. രേണുസുതി ബിഗ് ബോസിന്റെ കപ്പ് എടുക്കണതിന് ഇവിടെ യാതൊരു ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. ഡിസേർവിംഗ് ആണെങ്കിൽ അവർ മെനക്കെടുകയാണെങ്കിൽ അവരനുസരിച്ച് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അവർ ജയിച്ചോട്ടെ അല്ലേ? അല്ലാതെ ഇതുപോലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചിട്ട് എന്താ ഇതൊക്കെ സ്ഥിതി? പക്ഷെ ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസിൽ രേണുവിന്റെ പെർഫോമൻസ് ലെവൽ വളരെ മോശമാണ്. ഒട്ടും പെർഫോം ചെയ്യില്ല. ഇപ്പൊ അനുമോളൊക്കെ നന്നായിട്ട് ചെയ്യുന്നില്ല. ാണെങ്കിലും എല്ലാവരും ഉണ്ട്. രേണു ഒന്നും ചെയ്യണില്ല. അത് കണ്ടാറില്ല, ലൈവ് കണ്ടാറില്ല. രേണുവിനെ വളരെ കുറച്ച് കാണുന്നതന്നെ ഉള്ളൂ. ഏതൊക്കെയോ ചില സമയത്ത് മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയുള്ള സമയത്തൊന്നും കാണുന്ന പോലുമില്ല അവിടെ. പക്ഷെ ബാക്കി കുറേ പേര് ഭയങ്കര ഗെയിമേഴ്സായി കളിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഒരു ഇതാണ് പറയാനുള്ളത്. ഒന്ന് ഷാനവാസ്, അക്ബറൊക്കെ ഓരോ ടൈപ്പുള്ള ഗെയിമാണ് കളിക്കുന്നത്. ഷാനവാസിന്റെ ഒരു കാര്യം ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. ഞാൻ ഫസ്റ്റ് എൻ്റെ ചാനലിൽ മറ്റേ മെയിൻ ചാനലിൽ വീഡിയോ ഇട്ട സമയത്ത് ആദ്യം തന്നെ പറഞ്ഞ കേസുണ്ട്. ഷാനവാസിനെ സംബന്ധിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞാൽ ആ രോഗിയാണെന്നല്ല, ബ്ലഡ് പ്രഷറിന്റെ പ്രോബ്ലം, ബ്ലഡ് പ്രഷറിന് തോന്നുന്നില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഉറങ്ങാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു ഗെയിം പ്ലേ ആയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഇത്. എനിക്ക് എൻ്റെ ഒരു തോന്നൽ തോന്നി കേട്ടോ. ഇവൻ ഫസ്റ്റ് ആ മൂന്ന് ബാക്കിയുള്ള സ്ത്രീകളെ വളരെ ക്ലിയർ ആയിട്ട് ഇവൻ ബ്രെയിൻ വാഷ് ചെയ്തു. അവരെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തൊന്നും ഞാൻ പറയില്ല. അവൻ്റെ ഗെയിമാണത്, ഷാനവാസിന്റെ ഗെയിമാണ്. ഞാൻ ആദ്യം അത് പറഞ്ഞതാണ്, ഷാനവാസിന്റെ ഗെയിമാണത്. ഷാനവാസ് എന്ത് ചെയ്തു? പക്ഷെ ഷാനവാസ് ശരിക്കും ഉറങ്ങിയതാ. ആ ഗെയിം അല്ല വിധോ ഞാൻ പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല. ഷാനവാസ് ഇവരോട് എന്താ പറയണത്? ഒരുമിപ്പിച്ച് നിർത്താൻ. അപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ ആരോഗ്യസ്ഥിതി പ്രകാരം എനിക്ക് ഉറക്കം ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനത്തെ ടാസ്ക് എന്നാ ഞാൻ ആദ്യം ചിന്തിക്കേണ്ടത് എന്താ അറിയോ? എൻ്റെ ഉറക്കം എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. എൻ്റെ ആരോഗ്യസ്ഥിതി, എൻ്റെ സ്ഥിതി ഇതാണെന്ന് അറിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ബാക്കി 3 എണ്ണത്തിനും പിടിച്ച് ഇതാക്കി. മനസ്സിലായോ? ആദ്യത്തെ 2 ദിവസം ഷാനവാസ് ചെയ്തതാണ്. എന്നിട്ട് ഷാനവാസ് ഉറങ്ങാതിരിക്കുക, ദാറ്റ്സ് എ സെക്കൻഡ് തിങ്. പക്ഷെ ഷാനവാസ് എന്ത് ചെയ്തു? പിന്നെ ഇവര് ഇതാക്കി. അവിടെ ബാക്കിയുള്ള 3 പെണ്ണുങ്ങൾ ചിന്തിക്കേണ്ട കേസ് എന്തായിരുന്നു? ഇന്നിപ്പോൾ RJ വിൻസി ഒക്കെ കിടന്ന് ഷാനവാസിനോട് ചൂടാവുന്ന സിറ്റുവേഷൻ കണ്ടില്ല ചേട്ടൻ മാനിപ്പുലേറ്റ് ചെയ്ത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതിന് സത്യം പറയട്ടെ, എനിക്ക് ഇവൻ ചെയ്ത കാര്യം ഇഷ്ടപ്പെട്ടില്ല മനുഷ്യത്വപരമായിട്ടൊക്കെ. ഓക്കെ, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ പുച്ഛം തോന്നിയത് ബാക്കിയുള്ള 3 സ്ത്രീകളോടാണ്. എന്താ റീസൺ അറിയോ? ഈ RJ വിൻസിക്ക് ഇന്നിപ്പോൾ ഷാനവാസിനോട് ചൂടാവാനുള്ള ഒരു അർഹത ഉണ്ടോ? അവർ പൊട്ടത്തരല്ലേ കാണിച്ചത്?
സീരിയസ് ആയിട്ട് പറയും. പക്ഷെ അവര് വിശ്വസിച്ചു. അതെ. ഇത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കുട്ടിയുടെ അങ്ങനെ നല്ല തോന്നുന്നു. സംഭവം ഫസ്റ്റ് ഡേ ഇത് ടാസ്ക് തുടങ്ങിയപ്പോ ഷാനവാസും ആത്മാർത്ഥമായിട്ടാണ് ഇവരോട് പറഞ്ഞത്. ഇവര് 4 പേരും ആത്മാർത്ഥമായിട്ട് ഇരുന്നു. ഷാനവാസ് ശരിക്ക് കിടന്നുറങ്ങി. ലൈവ് കണ്ട ഒരു കാര്യം എന്റെ ഒരു കണ്ണില് ഷാനവാസ് ശരിക്കും കിടന്നുറങ്ങി. ഇന്നിപ്പം അക്ബർ ഉള്ളിൽ കയറ്റി അക്ബർ ഇങ്ങനെ നീ ഉറങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു സ്റ്റൈലിന് വേണ്ടി പറഞ്ഞതാണ്. ഞാനൊരു ആക്ടറാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ പിന്നെ ആക്ടറാണ് കണ്ടന്റ് ഉണ്ടാക്കിയതാണോ? ഒരു കണ്ടന്റ് ഉണ്ടാക്കിയത്. ഞാനൊരു ആക്ടറാണ്, ഞാൻ അഭിനയിച്ചതാണെന്ന്. ഇവരിത് പോയി ഇവരോട് പറഞ്ഞ് കൊളാക്കുന്നു വിചാരിച്ചിട്ടേ. അത് ഒരിക്കലും അത് ഞാൻ വിശ്വസിക്കില്ല. വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് ഷാനവാസ് അവരുടെ മുമ്പിൽ വലിയ ആളാൻ വേണ്ടി പറഞ്ഞതാ. അതോടുകൂടി ഷാനവാസ് ശരിക്കും കുടുങ്ങി. ഷാനവാസിന് നല്ല സങ്കടമുണ്ട്. ആ 2-3 പെൺകുട്ടികള് ഇത്രയും ഉപകാരം ചെയ്തിട്ട് അവർക്ക് വിഷമായി എന്നുള്ള കാര്യത്തിൽ ഷാനവാസിന് നല്ല സങ്കടമുണ്ട്. ഷാനവാസ് ഇപ്പൊ ലൈവ് കാണാത്തവർക്ക് അറിയില്ല, ഇരുന്ന് അവരെ കൺവിൻസ് ചെയ്യുന്നു. അവരോട് ഇങ്ങനെ പറയണ്ടേ, അങ്ങനെയല്ല, നിങ്ങൾ എന്നെ വിശ്വസിക്കാത്ത സ്ഥിതി, ഇത്രയും ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത സ്ഥിതിക്ക് ഞാൻ ഈ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അന്ന് നിങ്ങൾ എന്നെ നോക്കിയതിന് പകരം ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെയ്യും, അല്ലാണ്ട് ഞാൻ നിങ്ങളതാക്കിയതല്ല, ഞാൻ എന്തിനാന്നോടെ പറയണം, അങ്ങനെ എങ്ങനെ പറയണ്ട. അതിന് ഗെയിം പ്ലേ ഇല്ല നീ ഉറപ്പിച്ച് വിശ്വസിക്കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ, വേണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അറിയോ, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ മനുഷ്യത്വപരമായിട്ട് ഈ 3 സ്ത്രീകൾ സത്യം പറഞ്ഞാൽ പൊട്ടത്തികളായതുകൊണ്ട് മനുഷ്യത്വപരമായിട്ട് അവർ ചിന്തിച്ചു. അവിടെ ശരിക്കും എന്താ വെച്ചാൽ വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇതേ സിറ്റുവേഷൻ അവർ ചെയ്യോ? ഇന്ന് രാവിലെ തന്നെ അവരോട് സംസാരം നടന്നു. ഷാനവാസ് കാല് കുടുക്കി കിടക്കാതിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാല് കുടുക്കി കിടക്കാതെ ശൈത്യനെ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ഉണ്ടായില്ലേ? ശൈത്യം ഉണർന്നുകൊണ്ടല്ലേ ശൈത്യം രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ശൈത്യം പോയില്ലേ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു വ്യക്തി ഉള്ളിൽ കയറിയതിനു ശേഷം പറയാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ അഭിനയിച്ചാണ്, ഞാൻ ആക്ടറാണെന്ന് പറയുകയാണെങ്കിൽ അല്ല, ഇതൊക്കെ മനസ്സിലാക്കി. ഇത് നല്ലൊരു കാര്യമാണ് അവിടെ നടന്നത്. പറയാൻ കാരണം എന്താ അറിയോ, ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഉള്ളിലുള്ള ഗെയിമർ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് ഗെയിം ആണെന്നുള്ളത് മനസ്സിലാക്കണം. മെയിൻ വലിയ പ്രശ്നമായത് ഇപ്പൊ അതാണ്. ഷാനവാസിന്റെ ഈ പിന്നെ അക്ബറിന് ഇങ്ങനെ ഒരു ചാൻസ് വന്നത്, അതായത് പിന്നെ സ്വാപ്പ് ചെയ്യാൻ. പക്ഷെ ഞാൻ ഒരു കാര്യം, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഷാനവാസിനെ പിടിക്കാൻ പറ്റില്ല. മറ്റേ വഴുതി പോണ ടൈപ്പാണ് അവൻ. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഒരാളോട് സംസാരിക്കുക, എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയട്ടെ, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരാളടുന്ന് മറുപടി കിട്ടുക, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾ അത്ര ഡേഞ്ചർ അല്ല. മനസ്സിലായോ? ചിന്തിച്ചിട്ട് പെരുമാറുന്ന വ്യക്തികൾ ഭയങ്കര പ്രശ്നമാണ്. ഷാനവാസ് വളരെ സ്ലോലി സംസാരിക്കുള്ളൂ. നോക്ക്, ഷാനവാസിന്റെ സംസാര രീതി കേട്ടില്ലേ? ഒന്നുരുളും പറയും. അപ്പൊ അക്ബർ മറ്റൊരു പറയുന്നുണ്ട്, അവൻ ചിന്തിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അത് നല്ല ക്വാളിറ്റിയാണ് ഇത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഗൾഫിൽ എൻ്റെ ചങ്ങായി, ഞാളെ പേര് പറയില്ല, എംപ്ലോയർ, ഇയാളെന്താ അറിയോ, എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഇവർ ഇങ്ങനെ ഇരിക്കേണ്ടി പറയും. എന്താ പറഞ്ഞത്, ഒന്നുകൂടി പറയും. നീ ഉമ്മൻചാണ്ടിയുടെ വീഡിയോ കണ്ടുണ്ടോ പഴയത്? മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിക്കാന്നുണ്ട് എന്ന് ചോദിക്കും. അതിന്റെ അർത്ഥം എന്താ അറിയോ, ആ എന്ന് ചോദിക്കുന്ന സമയത്ത് ദേ ആർ ബൈയിങ് ടൈം. സമയം നേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കും. ഓരോ സെന്റൻസ് പറയുന്ന സമയത്ത്, ഓരോ വേർഡ് പറയുമ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഷാനവാസിന്റെ സംസാര രീതി ഒന്ന് ഭയങ്കര, ഞാൻ അപ്പാനിപ്പോഴും അങ്കമാലി ഡയറീസ് വിട്ടിട്ടില്ല. പിന്നെ അപ്പാനി ഒരു സുഖമില്ല, ഒരു ഗെയിമർ നീ ഇവിടെ ഹോൾസെയിലും ചെയ്യില്ല, റീറ്റെയിലും ചെയ്യില്ല പറഞ്ഞ പഴയ അങ്കമാലിത്തെ ഡയലോഗ് കൊണ്ട് നടക്കാം. ഞാൻ ഒരു കാര്യം കൂടി ഷാനവാസിനെ പറ്റി പറയട്ടെ. എന്താ കാരണം അറിയാം, ഞാൻ പറയാൻ കാരണം റീസൺ എന്താ വെച്ചാൽ, ഒന്ന് ഈ സംസാര രീതി, രണ്ടാമത് ഈ ശ്രദ്ധിച്ചോന്നറിയില്ല, അഗ്രസീവായിട്ടൊരു വ്യക്തി വരികയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് അവിടെ അഗ്രസീവ് ആവുമല്ല. ഷാനവാസ് ഓ ഉംറ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുന്നുണ്ടോ, ചിരിച്ച് കോമഡി ആക്കുന്നു. നേരെ മറിച്ച് അപ്പുറത്തൊരു വ്യക്തി കുറച്ച് താന്ന് നിൽക്കുകയാണെങ്കിൽ ഇവൻ ഡോമിനേറ്റ് ചെയ്യുന്നു. ഞാൻ ഇടാന്ന് വിളിച്ച സമയത്ത് ശരിക്ക് ഷാനവാസ് ഇടായതുണ്ടോ? അത് അവളെ ആദ്യം ഇവൻ അറിയേണ്ട വീട്ടിൽ പോയി വിളിച്ചാൽ മതി. അല്ല, റീസൺ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ എടാ ഇടി എന്നൊക്കെ ആയിക്കോ, വിളിക്കട്ടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ആൾക്കാർ ഭയങ്കര ഡേഞ്ചറസ് ആണ്, അല്ലേ? അപ്പൊ ഷാനവാസ് ഒരു നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഗെയിമർ അല്ല. അത് ഉറപ്പായിട്ടും അവിടെ ഉള്ളവർക്ക് അറിയും ചെയ്യാം. അതാണ് ഷാനവാസിനെ പുറത്താക്കാൻ നോക്കുന്നുണ്ട്. അല്ല, കാര്യമായിട്ട് എനിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അക്ബറാണ് തോന്നുന്നത്. അക്ബർ അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടോ? അവർ തമ്മിൽ ഒരു കണക്ഷനും ഇല്ല, അവിടുന്ന് ഇല്ല. രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയൊരു ഇഷ്ടക്കുറവ് പോലെ തോന്നുന്നത്. പക്ഷെ ചില കാര്യങ്ങളിൽ അവര് നല്ലോണം കൂട്ടും ആവുണ്ട്. എങ്ങനെയെന്നറിയില്ല. അതേപോലെ അക്ബറിനുള്ള അക്ബർ ഈ കഴിഞ്ഞ എല്ലാ വർഷത്തെയും പോലെ ആ പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ ആരും തമ്മിലില്ല. എല്ലാവരും ആവശ്യം നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ സമ്മറിന്റെ ഒരു വീഡിയോ കണ്ടു. ആരുടെ നോട്ടം ശരിയല്ല പറഞ്ഞിട്ട്, അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് സംസാരിച്ചു. അതിനെ കുറിച്ച് നോക്കിയില്ല നമ്മളല്ലേ? ഞാൻ കണ്ടില്ലല്ലോ, അറിയില്ല.
ചെറിയ കാര്യങ്ങൾ അങ്ങനെ കണ്ടു. അല്ല, പല ആൾക്കാരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. എന്തായാലും സെപ്റ്റിക് ടാങ്ക് കയറി കൊളുത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ന് രാത്രി നല്ല ഗുണായി. അത് സെപ്റ്റിക് ടാങ്ക് രേണു സുധി നന്ദി പറയേണ്ടത് സെപ്റ്റിക് ടാങ്കിനോടും അക്ബറിനോടും യാതൊരു സംശയമില്ല. കാരണം വെച്ചാൽ PR കാശ് കൊടുത്ത കാശിന് PR പണിയെടുക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് അവർക്കിപ്പോൾ സിമ്പിളായിട്ടൊരു സംഗതി കഴിച്ചിട്ട് അല്ലേ. അപ്പോൾ ഒന്നത്. പിന്നെ ഇന്നത്തെ രാത്രി കുറച്ച് ക്രൂഷ്യലാണ്. എന്താ അറിയോ, അവിടെ രഞ്ജിത്ത് പക്ഷെ ഉറങ്ങിയിട്ടില്ല ഈ നേരം വരെ. ഇപ്പൊ ഞാൻ നോക്കുമ്പോഴും രഞ്ജിത്ത് ഉറങ്ങിയിട്ടില്ല. ബാക്കി മറ്റൊരു കിടക്കും. ഞാനൊരു സാധനം കാണിക്കാൻ കേട്ടോ. ഇതിൽ കോപ്പിറൈറ്റ് അടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു വോയിസ് കേൾപ്പിക്കാം. ഒരു സെക്കൻഡ് കേട്ടോ. ഹെഡ്സെറ്റ് ദൂരം ഇത് എന്തായാലും എന്താ പറയുക, നമുക്ക് വോയിസ് ഇതിൽ കേൾപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് പല ഓഡിയോയും കേൾപ്പിക്കില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളൊരു പ്രോമോ ആണ്. ലാലേട്ടൻ്റെ കണ്ടിട്ടുണ്ടാവും ഒരുവിധം എല്ലാവരും. ഞാൻ അത് കാരണം അതിൽ പറഞ്ഞു വളരെ കറക്റ്റാണ്. ഇതൊക്കെ നടപ്പിലാക്കിയാൽ നന്ന്. എവിടെ പോയി ഒരു മിനിറ്റ്. അംഗം തുടങ്ങിയ സ്ഥിതിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. പാടത്ത് പണി വരമ്പത്ത് കൂലി, അതാണ് ഇത്തവണത്തെ ഒരു ലൈൻ. കൂലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ വിലപ്പെട്ട വോട്ടും. അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. അല്ലാതെ ആർമികളുടെയും PR ടീമുകളുടെയും വാക്കുകൾ കേട്ട് ചെയ്യ വിളിക്കരുത്. രാജാക്കന്മാരെയും തിരിച്ചറിയാതെ പോകരുത്. സേഫ് ഗെയിമും കളിച്ച് ബിഗ് ബോസ് വീട്ടിൽ വാഴകളായി നിൽക്കാൻ വന്നവരെ കണ്ട വഴി ഓടിക്കണം. കണ്ടന്റ് തരുന്നവർ മാത്രം മതി ഷോയിൽ. എന്നാലേ എൻഗേജിങ് ആവും, എന്റർടൈനിങ് ആവും. പ്രതികരിക്കുന്നവരെയും നിലപാടുള്ളവരെയും എവിക്റ്റാക്കി അലസന്മാരെയും അർഹതയില്ലാത്തവരെയും ഷോയിൽ നിർത്തിയാൽ പണി നിങ്ങൾക്കാകും കിട്ടുക. അന്നേരം അയ്യോ ഈ സീസണിൽ അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന് കംപ്ലൈന്റ് പൊക്കി വന്നേക്കും. ഞങ്ങളുടെ കൂടെ നിങ്ങളും പണിയെടുത്താലേ പണി 7ന്റെ പണിയാകും. അത് ഓർമ്മ വേണം. അപ്പോ സവാരിക്കിരിക്കും. അതായത് ഇത് മറ്റേ ജഗതി പറഞ്ഞ ഡയലോഗ് ഓർമ്മയില്ല. ഏതിലറിയോ, ആ മെക്കാനിക്ക് KNK ഓട്ടോമൊബൈൽ സിനിമയിൽ. അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, എൻ്റെ കൂടെയുള്ള കിഴങ്ങന്മാർ കൂടി വിചാരിക്കേണ്ട. പറഞ്ഞാൽ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, വിചാരിക്കേണ്ടത് ബിഗ് ബോസ് ആണ്. ഈ ബിഗ് ബോസ് അതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാർ ഇതോ നമ്മൾ വോട്ട് മാത്രം ചെയ്തിട്ട് കാര്യമുണ്ടോ? കണ്ടന്റും പരിപാടിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് അതിനനുസരിച്ചല്ലേ കൊടുക്കണുള്ളൂ. ആ കൊടുക്കണ ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ തോന്നൽ പറയാണ്. രേണു സുധി കപ്പടിക്കോ അടിക്കില്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം അവസാനം വരെ അവർ നിൽക്കും. ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും രേണു സുധി അവിടെ നിൽക്കും. അതിനുള്ള റീസൺ എന്താണെന്നറിയോ? ഇതുപോലുള്ള സംഗതികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ വ്യൂസ് ആവശ്യമില്ല വരും. ഇത് ചാനൽ മുന്നോട്ട് കൊണ്ടുവരണം. നമ്മൾ എൻ്റെ ചാനൽ നോക്കി അറിയാം, ഞാൻ എത്രയോ കോണ്ടന്റ് ഇതിൽ ചെയ്യുന്നുണ്ട്. ഒരു കേസ് എനിക്ക് കിട്ടുന്ന ഒരു സാധനം ഞാൻ വിടാതെയാണ് ചെയ്യുന്നത്. പക്ഷെ വ്യൂസ് വരുന്നത് രേണു സുധിയുടെ കേസിലാണ്. അത് വരുന്നിടത്തോളം കാലം അവരും ചെയ്യും, അവരെയും എല്ലാവരും ഉപയോഗിക്കും. ഞങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഉപയോഗിക്കും. അത് മാത്രം ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് അതിനിപ്പോ ആരെന്ത് കമന്റ് ഇട്ടാലും കുഴപ്പമില്ല. ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ബിഗ് ബോസ് എന്താന്നുള്ള കളി കളിക്കാൻ രേണു ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത് അറിയില്ല. പക്ഷെ അതിനെക്കാട്ടിലും സ്മാർട്ടായിട്ട് എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ട് അനുമോളൊക്കെ സത്യം കേട്ടോ. പക്ഷെ അതേ പറഞ്ഞത്. പക്ഷെ എന്നിട്ട് പോലും ഇതിൽ സെല് ചെയ്യുന്ന കോണ്ടന്റ് രേണു സുധിയാണ്. ഞാൻ ഈ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആ ഇൻസ്റ്റാ പേജ് എടുത്ത് കാണിച്ചെന്നില്ലേ, എല്ലാവരും വീഡിയോയ്ക്ക് 1 ലക്ഷം 2 ലക്ഷം വ്യൂസ് വരുമ്പോൾ 25 ലക്ഷം വ്യൂസാണ് രേണുവിൻ്റെ ഇതിലേക്ക് വരുന്നത്. ആ കോണ്ടന്റ് അത്രയും വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഈ സ്ത്രീ അവരവിടെ നിൽക്കും കുറച്ചു കാലം. അതിനുള്ളിൽ വാല്യൂ ഇല്ല. ബിഗ് ബോസ് വീട്ടിൽ അതൊന്നും കണ്ട കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നത് രേണു സുധി ആണല്ലേ ബിഗ് ബോസിനോട് കുറേ ആൾക്കാർ ചോദിക്കുക. ഇതാ ഒന്നും അറിയാത്ത ഞാൻ ആൾക്കാരെ പേര് പറയുന്നത് ഓഫീസിലൊക്കെ ആൾക്കാർ ചോദിക്കുക, രേണു സുധി ഇല്ലോണ്ടാണല്ലേ ബിഗ് ബോസ് നിൽക്കുന്നത് എന്നോട് ചോദിക്കുന്നത്. രേണു സുധി ഇല്ലോണ്ട് ഞാൻ പറഞ്ഞു അവരൊന്നും ചെയ്യുന്നില്ല അതിൽ. കാരണം ഇത് അറിയാത്ത ആൾക്കാരുണ്ടേ. എന്താണ് ബിഗ് ബോസ് എന്ന് അറിയാത്ത ആൾക്കാർക്കുണ്ടല്ലോ. അതിനെ കെട്ടി ബുദ്ധിമുട്ടിക്കുകയാണ്, അതിനെ കരയിപ്പിക്കുകയാണ്, അതിനെ പെട്ടിയുമ്പോൾ കിടന്ന് കരയണം, ഫോട്ടോസൊക്കെ കിടന്ന് ഇങ്ങനെ കളിക്കല്ലേ. യെസ്. അപ്പൊ ഇത്ര തന്നെയാണല്ലോ അല്ലേ ഇത്? ഇന്നിപ്പോ ഇതൊക്കെ തന്നെ വേറെ എന്തൊക്കെയോ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേ എന്താ പറയാ, ടാസ്ക്. അത് പോകട്ടെ, ഇത്രയും സമയമായതുകൊണ്ട് നാളെ ഒന്നും കൂടി വേറെ ഓരോ കാര്യങ്ങൾ ഇതേമാതിരി തന്നെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടോട്ടൽ 3 ചാനലുകളാണ് നമ്മുടെ ഈ ഒരു ബിഗ് ബോസിലുള്ളത് കേട്ടോ. ഈ ചാനലിലാണ് ഇതുപോലെ ഡുവറ്റ് വരുന്നത്. പിന്നെ പകൽ വിധുവിൻ്റെ വക ചെറിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻസ് പോവാത്ത പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മുടെ ചാനലിലുള്ളത്. നോട്ടിഫിക്കേഷൻ ടെക്നിക്കൽ ആർക്കും നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതെന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലമാണ്. യൂട്യൂബിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടെക്നിക്കൽ ടീം അതിനനുസരിച്ചുള്ള അവരുള്ള പരിപാടികൾ എടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാവുമെന്ന് വിചാരിക്കുക. ഈ സമയത്ത് തന്നെ ഇത്രയും സമയത്ത് തന്നെ യൂട്യൂബ് ഓരോ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്തോ അപ്ഡേഷനാണെന്ന്
എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നാളെ ഒന്നും കൂടിയൊക്കെ നമുക്ക് ഷെയറായിട്ട് പരിപാടികൾ കാര്യങ്ങൾ എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ രേണു ഇലടക്കുന്ന കാര്യങ്ങൾ കയറി വന്നതുകൊണ്ടും പറയാതെയും വയ്യ അല്ലേ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.